ഹലോ. നമ്മൾ കുറേ ആയില്ലേ ഒരു ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് കണ്ടിട്ട്. സോ ഈ വർഷത്തെ ഈദെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് സ്പെഷ്യലാണ്. സേകുനുമായിട്ടുള്ള ആദ്യത്തെ ഈദാണ്. സോ ഇന്നത്തെ വീഡിയോ ഈദ് വ്ളോഗും ഷോപ്പിങ്ങും പിന്നെ എൻ്റെ ഈ ഒരു വർഷം എനിക്ക് ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ വന്നിട്ടുണ്ട്. യു എയിലോട്ട് വരാനായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലും ഒരുപാട് പ്രോബ്ലംസും ഇടയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സോ അതെല്ലാം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? നമുക്ക് ഈദ് ഷോപ്പിംഗ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഞങ്ങൾ ഈദ് ഷോപ്പിങ്ങിനായിട്ട് പോയ ആ ഒരു ദിവസമായിരുന്നു കേട്ടോ. ആക്ച്വലി നമ്മളിപ്പോൾ താമസിക്കുന്നത് ഷാർജയിൽ അൽ മദാം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പണ്ട് തൊട്ടേ എൻ്റെ വീഡിയോ കാണുന്നവർക്കോ അല്ലെങ്കിൽ എൻ്റെ ഷോട്ട് കണ്ടവർക്കൊക്കെ അറിയായിരിക്കും. നേരത്തെ ഞങ്ങൾ റാസൽ ഗെയിമിലായിരുന്നു. ഇപ്പം എന്തുകൊണ്ട് ഷാർജയിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഷാർജ എന്ന പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. അൽ മദാം എന്ന് പറയുന്ന ഏരിയ ഒരു വില്ലേജ് ഏരിയ ആണെന്ന് തോന്നുന്നു. കറക്റ്റ് ഷാർജയിലോട്ട് പോകാൻ തന്നെ ഇവിടുന്ന് നല്ല ദൂരമുണ്ട്. ഇനി അവിടുത്തെ സൂപ്പർ മാർക്കറ്റ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഭയങ്കര ശോകമാണ്. ചെറിയ ചെറിയ സൂപ്പർ മാർക്കറ്റ്സേ ഉള്ളൂ. അതുപോലെ തന്നെ അത്യാവശ്യം റേറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നല്ലൊരു സൂപ്പർ മാർക്കറ്റിൽ പോകണമെങ്കിൽ നമ്മൾ കുറച്ച് ട്രാവൽ ചെയ്ത് തന്നെ പോകണം. ഇന്ന് ഞങ്ങൾ വന്നേക്കുന്നത് നെസ്റ്റോയിലാണ്. നമ്മുടെ അവിടെ നിന്ന് ഒരു 45 മിനിറ്റ്സോളം ട്രാവലിംഗ് ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വരാനായിട്ട്. നെസ്റ്റോയിൽ അത്യാവശ്യം നല്ല ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കാര്യമായിട്ട് തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇങ്ങോട്ടൊക്കെ കുറച്ച് ദൂരോട്ട് വരുന്ന ദിവസം നമ്മൾ അത്യാവശ്യം കുറച്ച് നാളത്തേക്ക് വേണ്ടി പർച്ചേസ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. പിന്നെ സെഹുക്കുനും ആയിട്ടുള്ള പർച്ചേസിങ് ആണെങ്കിൽ പിന്നെ പറയേ വേണ്ട. കുറേ നേരമൊക്കെ അവൾ ആക്റ്റീവായിട്ട് നിൽക്കും. പിന്നെ അവൾക്ക് വിശക്കും കരച്ചിലാവും, പിന്നെ ഉറക്കം വരാൻ കരച്ചിലാവും. ഇങ്ങനെ പല കാര്യങ്ങളും ഇതിൻ്റെ ഇടയ്ക്ക് നടക്കും. അവൾക്ക് വിശന്ന് തുടങ്ങിയപ്പോൾ ഞാൻ അവിടെ തന്നെ ഹീറോ ബേബിയുടെ ഒരു ഫുഡ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ആൾ കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി ആക്റ്റീവായ ആൾ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഉറക്കം വരാനായിട്ട് തുടങ്ങി. വീണ്ടും കരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നെങ്കിലും അത് നടന്നില്ല കേട്ടോ. അവൾ കിടന്ന് കരയുന്നത് കൊണ്ട് നമ്മൾ പിന്നെ വേറൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾക്ക് നോമ്പായിരുന്നു. അതുകൊണ്ട് നോമ്പ് തുറക്കാനായിട്ട് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി. പിന്നെ സേകുനെ എഴുന്നേറ്റ് നടക്കുകയും ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഇങ്ങനെ ലോങ് ആയിട്ടുള്ള ഷോപ്പിംഗ് ഒക്കെ കുഞ്ഞിനെയും കൊണ്ട് കുറച്ച് റിസ്ക്കിയാണ്. പക്ഷേ ഇപ്പോൾ പതുക്കെ പതുക്കെ നമ്മളത് ശീലിച്ച് വരുന്നുണ്ട് കേട്ടോ. ആദ്യമൊക്കെ നല്ല പാടായിരിക്കും. പിന്നെ പതുക്കെ പതുക്കെ അതങ്ങ് എക്സ്പീരിയൻസ്ഡ് ആവും. സോ ആദ്യം ഞാൻ സേകുനെ ഒന്ന് സെറ്റാക്കും. എന്തെങ്കിലും അവൾക്ക് പിറക്കി കഴിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടാണ് പിന്നെ നോമ്പ് തുറക്കാനായിട്ട് ഇരിക്കുന്നത്. അവൾക്കിപ്പം 11 മാസം ആയിട്ടുണ്ട്. സോ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പിറക്കി കഴിക്കും എന്തെങ്കിലുമൊക്കെ. പിന്നെ കുഞ്ഞ് ഓഫ് കിട്ടിയ ഒരു ദിവസമായിരുന്നു ബാലൻസ് ഷോപ്പിങ്ങിന് വേണ്ടി പിന്നെ പോകുന്നത്. സോ ഇന്ന് മെയിൻ ഉദ്ദേശം ഡ്രസ്സ് എടുക്കലാണ്. നമ്മൾ നേരെ പോയത് സഫാരി മാളിലാണ്. സഫാരി മാളിൽ അത്യാവശ്യം നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. ഡ്രസ്സ് എടുക്കലായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശമെങ്കിലും കുറേ ഐറ്റംസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം റാസൽ ഗെയിമിൽ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയതുകൊണ്ടും പിന്നെ ഞാൻ നാട്ടിലായിരുന്നു, ഒരു വർഷം ഇപ്പം വന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ടൊക്കെ സെറ്റായി വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ കൂടുതലായിരിക്കും. സോ അങ്ങനത്തെയൊക്കെ പ്രശ്നം വരും നമ്മൾ ഇവിടെ വന്ന ഉടനെ നമുക്കൊന്ന് സെറ്റ് ആവാനായിട്ട്. ഇനി പെരുന്നാൾ ദിവസത്തെ വിശേഷങ്ങൾ കണ്ടാലോ? സേകുഞ്ഞുമായിട്ടുള്ള ഞങ്ങളുടെ ആദ്യത്തെ ഈദ്. ഞാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ അവളും ഇങ്ങനെ എഴുന്നേറ്റ് വരും. എൻ്റെ കയ്യിലിട്ടേക്കുന്ന മൈലാഞ്ചിയും കണ്ടിട്ടാണ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ആഗ്രഹം തോന്നി കുഞ്ഞുറങ്ങിയപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ എഴുന്നേറ്റാൽ സേകുഞ്ഞിൻ്റെ കുപ്പിയെല്ലാം തിളപ്പിച്ച് വെക്കലാണ് ആദ്യത്തെ പണി. സോ അതാണ് ഇപ്പോൾ കണ്ടത് കേട്ടോ. ഇനി അടുത്തത് ബ്രേക്ക്ഫാസ്റ്റ്. ഇക്കു ആണെങ്കിൽ ഈദ് നമസ്കാരത്തിനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എത്ര സിമ്പിളാക്കാവോ അത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കണം എന്ന പ്ലാനിങ്ങിലാണ് ഞാനിന്ന് എഴുന്നേറ്റത് തന്നെ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഇക്കുവിൻ്റെ ഫ്രണ്ട്സ്, ഫാർമസി ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് ഫുഡ് കഴിക്കാൻ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് എന്തെങ്കിലും വെച്ച് കൊടുക്കണമല്ലോ. അതുകൊണ്ട് രാവിലത്തെ പണികളൊക്കെ പെട്ടെന്ന് ഒതുക്കണം. സേവ് കുഞ്ഞിനെ ഫുഡൊക്കെ കൊടുത്ത് പെട്ടെന്ന് കുളിപ്പിച്ച് ഉറക്കണം. സോ ഇങ്ങനത്തെയൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ പ്ലാനിങ് കേട്ടോ. പിന്നെ ഇക്കു എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ആശ്വാസമുണ്ട്. ഇക്കു നോക്കിക്കോളും കുഞ്ഞിനെ. എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ കുഴപ്പമില്ല. സോ ഇന്നത്തെ ഫുഡ് പുട്ടും മുട്ടക്കറിയും. അതാകുമ്പോൾ എനിക്ക് പെട്ടെന്നാവും. സോ അതുകൊണ്ട് ഞാൻ പുട്ടും മുട്ടക്കറിയും ആക്കി കേട്ടോ. മുട്ട ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ചുള്ള കറിയാണ്. അത് പെട്ടെന്ന് എനിക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. സോ അതാണ് ഞാനിന്ന് പ്ലാൻ ചെയ്തത്. ചേക്കുഞ്ഞിനെ അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ മിക്ക ജോലികളും ചെയ്യുന്നത്. അവളെ ആദ്യമൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം ഞാൻ പഠിച്ചു കേട്ടോ. എല്ലാ ജോലികളൊന്നും ഇങ്ങനെ വെച്ചുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. എന്നാലും കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങ് നടക്കും. പിന്നെ ഞാൻ ആദ്യം ഇവളെ ഇങ്ങനെ കരിയറിൽ തിരിച്ചിരുത്തുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാം പിടിച്ചു വലിക്കുകയൊക്കെ ചെയ്യും. ഇങ്ങനെ ഇരുത്തുമ്പോൾ അത്ര പ്രശ്നമില്ല കേട്ടോ. സോ അങ്ങനെ വെച്ചുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റാക്കി സേക്കുഞ്ഞിന് ബ്രേക്ക്ഫാസ്റ്റും കൊടുത്ത്. അപ്പോൾ അതുകൊണ്ട് ഈക്കും നമസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ.
സോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ സേവുവിനെ കുളിപ്പിച്ച് ഉറക്കി. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ബിരിയാണി പരിപാടിയിലോട്ട് കടന്നത്. ഇന്ന് പിന്നെ ഇക്കുവിന് ഓഫ് ആയതുകൊണ്ട് എനിക്ക് അത്ര പ്രശ്നമില്ല. കാരണം സേവുവിന് എഴുന്നേറ്റാലും നോക്കാൻ ഇക്കു ഉണ്ടല്ലോ. അല്ലാത്ത ദിവസം രാവിലെ തോണ്ടി അവൾ ഇങ്ങനെ ഉറങ്ങുന്ന ഈ ഒരു സമയത്താണ് ഞാൻ എൻ്റെ ജോലികളെല്ലാം തീർക്കുന്നത്. പെട്ടെന്ന് ഞാൻ എൻ്റെ ജോലികൾ തീർക്കും കേട്ടോ. കാരണം സേവുവിന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവളുടെ കൂടെ ഇരുന്ന് കളിക്കലാണ് എൻ്റെ മെയിൻ ജോലി. കാരണം അവളെ ഇരുത്തിയിട്ട് നമുക്കിങ്ങനെ ജോലി ചെയ്യാമെന്ന് വെച്ചാൽ അവൾ കരയും. കാരണം അവിടെ കൂടി ഇരുന്നാലും മതി, അവൾ കളിച്ചോളും. പക്ഷെ കൂടി ഇരിക്കണം നമ്മൾ. സോ അതുകൊണ്ട് തന്നെ ഞാൻ കിച്ചൺ ജോലികളൊക്കെ അവൾ ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് തീർക്കലാണ് ചെയ്യാറ് കേട്ടോ. സോ ഇന്ന് ബീഫ് ബിരിയാണി ആയിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ബിരിയാണിക്കെല്ലാം സെറ്റ് ചെയ്തു. പിന്നെ ഒരു പുഡിങ്ങും ഉണ്ടാക്കി വെച്ചു. ഉള്ളിയൊക്കെ ഞാൻ തൊലിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ, അതുകൊണ്ട് അതൊക്കെ പെട്ടെന്നായി. അപ്പോൾ അതുകൊണ്ട് സേക്കുഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സേക്കുഞ്ഞിനെ ഇക്കുൻ്റെ അടുത്ത് കൊടുത്തു. ഇന്ന് ഇക്കു നോക്കിക്കോളും സേക്കുഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇക്കുൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ പിന്നെ ബാക്കി പരിപാടികൾക്ക് നടന്നത്. അപ്പോൾ അതുകൊണ്ട് വാപ്പിയും മോളും കൂടി വൃത്തിയാക്കലും അങ്ങനത്തെ പണികളിലൊക്കെ നടക്കുന്നുണ്ട്. അവർ രണ്ടും കൂടി ഇരുന്ന് കളിക്കുകയും വെള്ളം വെക്കുകയൊക്കെ ചെയ്തോളും. വാപ്പിയുടെ കൂടെ ഇരുന്നോളും കേട്ടോ. വാപ്പിയോ അമ്മയോ ആരെങ്കിലും ഒരാൾ വേണം കൂടെ ഇരിക്കാനായിട്ട്, അത്രേ ഉള്ളൂ. പിന്നെ അവൾ എല്ലാം പിടിച്ചെഴുന്നേക്കലും താഴെ കിടക്കുന്ന എടുത്ത് കഴിക്കലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നടക്കുന്നത്. അപ്പോഴത്തേക്കും തോണ്ട് ഞാൻ ഫുഡൊക്കെ സെറ്റാക്കിയതുകൊണ്ട് ചിക്കൻ പൊരിച്ചതും സലാഡും പപ്പടവും പായസവും പുഡിങ്ങും പിന്നെ അച്ചാർ. ഇത് ഉമ്മയുടെ സ്പെഷ്യൽ അച്ചാർ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ അതുകൊണ്ട് ബീഫ് ബിരിയാണി ആയിരുന്നു. സോ എല്ലാം സെറ്റാക്കി വെച്ചു. പിന്നെ കുളിച്ച് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അതുകൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി നിൽക്കുകയാണ്. അവരെയും വെയിറ്റ് ചെയ്ത് സേക്കുഞ്ഞുമായിട്ട് കളിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ അവർ വന്ന് ഫുഡൊക്കെ കഴിച്ചു. അതൊന്നും ഞാൻ അങ്ങനെ വീഡിയോ എടുത്തില്ല കേട്ടോ. സോ അതിനൊക്കെ ശേഷം ഈവനിങ് നമ്മൾ പുറത്തോട്ട് പോകാനായിട്ട് ഇറങ്ങിയതാണ്. ആക്ച്വലി ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പോയിട്ട് വരാമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തേ. കാരണം ഇക്കുവിന് അങ്ങനെ ഓഫൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമുണ്ട്, ആൾക്ക് ഉറങ്ങണമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത് എവിടെയെങ്കിലും പോകാമെന്ന് എഴുതി. പെരുന്നാളല്ലേ, എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങണമല്ലോ. സോ നമ്മളിവിടെ അടുത്ത് ഫിലി ഹെറിറ്റേജ് ഉണ്ട്. ഞാൻ ഇടയ്ക്ക് ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അവിടെ ഒന്നും കൂടി പോയിട്ട് വരാമെന്ന് കരുതി. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം അവിടെ പെറ്റ്സിൻ്റെയൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു, താമസിച്ച് പോയതുകൊണ്ട്. സോ അത് ഒന്നും കൂടി കാണാമെന്ന് വിചാരിച്ചാൽ പോയത്. പക്ഷേ ഈ പ്രാവശ്യവും ക്ലോസ്ഡ് ആയിരുന്നു. പബ്ലിക് ഹോളിഡേയ്സിൽ അത് ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെ അല്ലാതെ 1-2 ബിൽഡിങ്സ് ഉണ്ട്. അവിടെയൊക്കെ പോയി കണ്ടിട്ട് കറങ്ങിയിട്ടൊക്കെയാണ് ഇന്ന് വന്നത്. ഞങ്ങളുടെ ലൈഫിൽ ഈ ഒരു വർഷം ഒരുപാട് ചേഞ്ചസ് വന്നൊരു വർഷമാണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതും എക്സ്പെക്റ്റ് ചെയ്യാത്തതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ചേഞ്ചസ്. സെഹുക്കുഞ്ഞ് വന്നത് മാത്രമല്ല ഞാൻ പറയുന്നത് കേട്ടോ, ലൈഫിൽ വന്ന ഒരുപാട് ചേഞ്ചസാണ്. ഒരിക്കലും നമ്മുടെ ലൈഫ് നമ്മൾ പ്ലാൻ ചെയ്തത് കൂട്ട് മുന്നോട്ട് പോവില്ല എന്ന് തോന്നിപ്പോയൊരു വർഷമായിരുന്നു ഈ ഒരു വർഷം. അതിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മെയിനായിട്ട് നടന്ന ഒരു കാര്യമായിരുന്നു ഇക്കുവിൻ്റെ ജോലി മാറ്റം. ഇടയ്ക്കൊരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആക്ച്വലി നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു കാര്യമായിരുന്നു അത്. 2 ഇയേഴ്സ് ബാക്ക് ഇക്കുവിൻ്റെ വിസ തീരുന്ന ആ ഒരു സമയമായപ്പോൾ നമ്മുടെ ഇടയ്ക്ക് അങ്ങനെ ഒരു ഡിസ്കഷൻ വന്നിരുന്നു, ജോലി മാറിയാലോ എന്ന്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 8 ഇയേഴ്സ് ആയിട്ട് ആ ഒരു ഫാർമസിയിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടുന്ന് മാറാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചുകൂടി കഴിയട്ടെ എന്ന് വെച്ച് മാറ്റി വെച്ചൊരു കാര്യമായിരുന്നു അത്. എൻ്റെ ഡെലിവറിക്കായിട്ട് ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് പോയ ആ ഒരു സമയമായിരുന്നു. നമ്മൾ പ്ലാൻ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് ഒരു 3-4 മാസം കഴിയുമ്പോൾ ഇങ്ങനെ UAE വരാവുന്നതായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ജോബ് ചേഞ്ച് വന്നതുകൊണ്ട് തന്നെ അത് നടന്നില്ല. ആ ഒരു സമയത്ത് ഇക്കുൻ്റെ വിസയും കഴിയാറായിരിക്കുന്ന സമയമാണ്. സോ വിസ കഴിയുന്നതിന് മുമ്പ് വേറെ ജോബ് സെറ്റാക്കണം, അതായിരുന്നു ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. ഞാനാണെങ്കിൽ ആ ഒരു സമയം പോസ്റ്റ്മോർട്ടം സ്റ്റേജിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. സോ ഇത് കേട്ടപ്പോൾ ഞാൻ കുറച്ച് സ്ട്രെസ്ഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിവേസ് പുതിയ ജോബ് വിസ തീരുന്നതിന് മുമ്പേ സെറ്റാക്കലായിരുന്നു മെയിൻ പ്ലാൻ. അതിനുവേണ്ടി ഞാനാണെങ്കിൽ നാട്ടിൽ നിന്ന് ഇക്കുൻ്റെ മെയിൽ വഴി പലയിടത്തും മെയിൽ അയക്കുന്നുണ്ടായിരുന്നു. ഇക്കു ഇവിടെ നിന്നും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വീട്ടിലൊന്നും പറയാൻ നിന്നില്ല, അവരെയും കൂടി ടെൻഷൻ ആക്കണ്ട എന്ന് കരുതിയിട്ട്. അങ്ങനെ അൽഹംദുലില്ലാ ഇക്കുന് ഒരു ദിവസം പോലും വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നില്ല ജോലിയില്ലാതെ. അവിടുന്ന് ജോബ് ഇറങ്ങിയിട്ട് ഈ പുതിയ ഫാർമസിയിൽ ജോയിൻ ചെയ്തക്ക രീതിയിലാണ് നമ്മൾ ഇറങ്ങുന്നത്. അതും ബെറ്റർ ആയിട്ടുള്ള ഒരു ഫാർമസിയിൽ ഒരു ബെറ്റർ പൊസിഷനിൽ തന്നെ ജോബ് കിട്ടി. അൽഹംദുലില്ലാ, ആരോഗ്യവും പ്രാർത്ഥനയുടെ ഒരു ബലം. അങ്ങനെ അത് സോൾവായി. നെക്സ്റ്റ് ഇക്കുവിന് വിസയൊക്കെ റെഡി ആയതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള പ്രൊസീജിയേഴ്സൊക്കെ നോക്കലായിരുന്നു അടുത്തത്. അതിനുവേണ്ടി ഞങ്ങൾക്ക് വിസയ്ക്ക് കൊടുത്തപ്പോഴാണ് അടുത്ത പ്രശ്നങ്ങൾ വന്നത്.
ഫസ്റ്റ് വിസ റിട്ടേൺ ആയിട്ടുണ്ടായിരുന്നു. മോഡിഫിക്കേഷന് വേണ്ടി ചെറിയ എന്തോ സർട്ടിഫിക്കറ്റിൻ്റെ മിസ്റ്റേക്ക് അപ്ലോഡ് ചെയ്തതിൻ്റെ മിസ്റ്റേക്ക് എന്തോ ഉണ്ട്. അത് റെഡിയാക്കി പിന്നെയും റീ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. റീ അപ്ലൈ ചെയ്തപ്പോൾ എന്തോ ഒരു ഇഷ്യൂ കാരണം വിസ മൊത്തത്തിൽ റിജക്റ്റ് ആയി. സോ അതെന്തോ ഇഷ്യൂ എന്ന് അന്വേഷിച്ച് ആ ഇഷ്യൂ ഒന്ന് സോൾവ് ചെയ്ത് വന്നപ്പോൾ കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എഗെയിൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാണ് ചെയ്തത്. സോ എഗെയിൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പം എഗെയിൻ സേഫുവിൻ്റെ വിസ മോഡിഫിക്കേഷന് വേണ്ടി വീണ്ടും റിട്ടേൺ ആയിട്ടുണ്ടായിരുന്നു. സേഹക്കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടും ഉണ്ടായിരുന്നു. അത് അറ്റസ്റ്റേഷന് വേണ്ടി നാട്ടിൽ ഫുൾ അറ്റസ്റ്റേഷൻ ചെയ്തിട്ടും ഉണ്ടായിരുന്നു. ഇക്കു വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അറ്റസ്റ്റേഷനും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നാട്ടിൽ നമ്മൾ കൊടുത്തപ്പം അവരും നമ്മളോട് പറഞ്ഞത് നമ്മളത് ശ്രദ്ധിച്ചില്ല. മൊഫ അറ്റസ്റ്റേഷൻ ചെയ്തിട്ടില്ല. അതായത് മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിൻ്റെ അറ്റസ്റ്റേഷൻ അവർ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളത് ശ്രദ്ധിച്ചതുമില്ല. എനിവേയ്സ് എല്ലാ അറ്റസ്റ്റേഷനും ചെയ്തിട്ടുണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ഇരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ വിസയ്ക്ക് വേണ്ടി കൊടുക്കുന്നത്. പക്ഷേ വിസ എടുക്കാൻ നമ്മൾ കൊടുത്ത ഏജൻസിക്കാരും അത് ശ്രദ്ധിച്ച് കാണില്ല. അവരും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴായിരിക്കും ശ്രദ്ധിച്ചത്. സോ മൊഫ അറ്റസ്റ്റേഷൻ ചെയ്യാത്തത് കൊണ്ടാണ് വിസ റിജക്റ്റ് ആയില്ല, മോഡിഫിക്കേഷന് വേണ്ടി റിട്ടേൺ ആയത്. സോ ഈ ഒരു അറ്റസ്റ്റേഷൻ യു എയിലാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാം, അവിടെയാണ് ചെയ്യുന്നത്. സോ നാട്ടിൽ നിന്ന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പിന്നെ ആ സർട്ടിഫിക്കറ്റ് യു എയിലോട്ട് വന്നിട്ട് പിന്നെ റിട്ടേൺ ആയി അങ്ങനെയാണ് വരുന്നത് പ്രൊസീജിയേഴ്സ്. സോ അതിന് നല്ല സമയം എടുക്കുകയും ചെയ്യാം. എനിവേയ്സ് ആ ഒരു സമയത്ത് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ മെയിൻ സർട്ടിഫിക്കറ്റ് നമ്മുടെ നാട്ടിലുമായിരുന്നു. സോ നമുക്ക് അത് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കാം എന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കുകയായിരുന്നു. അതിനും കുറച്ച് സമയമൊക്കെ എടുക്കും, വേറെ ഓപ്ഷൻ ഇല്ലല്ലോ എന്ന് വെച്ചുകൊണ്ടിരുന്നപ്പം നമ്മൾ ആ നാട്ടിൽ അറ്റസ്റ്റേഷൻ കൊടുത്ത ഏജൻസിക്കാർ തന്നെ യു എയിലോട്ട് പോകുന്ന ഒരാൾ അറേഞ്ച് ചെയ്ത് തരികയും അങ്ങനെ ആ ആളുടെ കയ്യിൽ കൊടുത്തു വിടുകയാണ് ചെയ്തത്. അടുത്ത ദിവസം തന്നെ ഇക്കുവിന് ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുകയും അറ്റസ്റ്റേഷൻ ചെയ്യാൻ പെട്ടെന്ന് തന്നെ അറ്റസ്റ്റേഷന് കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ നമ്മൾ പിന്നെയും വിസയ്ക്ക് റീഅപ്ലൈ ചെയ്യുകയും പിന്നെയാണ് നമുക്ക് വിസ റെഡി ആവുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പ്രാവശ്യം യു എയിലോട്ട് വന്നത് ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടാണെന്ന്. സോ ഇതുപോലുള്ള ടഫ് സിറ്റുവേഷനിലൂടെ ലൈഫിലൂടെ പോകുന്നോർത്ത് എനിക്ക് പറയാനുള്ളത്, എവറിത്തിങ് ഹാപ്പൻസ് ഇൻ ടൈം. നമ്മൾ കുറേ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം, എല്ലാം അതിൻ്റെ സമയത്ത് അങ്ങ് നടക്കുമെന്നേ. പിന്നെ 1-2 പേര് എന്നോട് ചോദിച്ചു ജോലിയിലോട്ട് ഇനി കയറുന്നില്ലയോ, ജോലി നിർത്തിയോ എന്നൊക്കെ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാവേ. സോ ഇതാണ് ഫിലി ഹെറിറ്റേജ്, എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ആക്ച്വലി ഇത് ഒരു ഹിസ്റ്ററിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വന്ന് കണ്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. Thank you for watching.